100 കിലോ പോത്തിറച്ചി വരട്ടിയത്. കുരുമുളകിട്ട് വരട്ടിയ ഈ പോത്തിറച്ചിയുടെ പാചക സമയം 8 മുതൽ 10 മണിക്കൂറാണ്. വൃത്തിയായി കഴുകിയ പോത്തിറച്ചി വാർപ്പിലേക്കിട്ട് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ബീഫിനാവശ്യമുള്ള കല്ലുപ്പും ചേർത്ത് വെള്ളം ഒട്ടുമൊഴിക്കാതെ ചിരട്ടയും ചേർത്ത് വേവിക്കണം. ഇറച്ചി പെട്ടെന്ന് പാകമാകുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യത്തെ അരമണിക്കൂർ ഹൈ ഫ്ലെയിമിലും പിന്നീട് ചെറിയ തീയിലും വേവിച്ചെടുക്കാം. 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയാണ് ഇതിൻ്റെ പാചക സമയം. ഇറച്ചി വെന്താൽ ചിരട്ട മാറ്റി കൊട്ടയിലേക്ക് ഊറ്റിയെടുക്കാം. അതിൻ്റെ സ്റ്റോക്ക് മാറ്റി വയ്ക്കാം. ആ ഉരുളിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം ചേർത്ത് തുടങ്ങാം. അതു പാകമായാൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയ ശേഷം മസാലയ്ക്കായി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇറച്ചി മസാലയും നല്ല ജീരകം പൊടിച്ചതും ചേർക്കാം. പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർക്കണം. ഈ സമയത്ത് ഒരു ഉള്ളിയിലെ ചൂട് നിയന്ത്രിക്കണം. കുറച്ച് വിനാഗിരി സോയാബീൻ സോസും ചേർക്കണം. അതു കഴിഞ്ഞാൽ നാളികേരക്കൊത്തും ചേർക്കാം. കൊപ്രായതിനാലാണ് അവസാനം ചേർക്കുന്നത്. നാളികേരമാണെങ്കിൽ ആദ്യം ചേർക്കണം. ഇതെല്ലാം യോജിപ്പിച്ച് വേപ്പിലയും ചേർത്ത് ഇറച്ചിയുടെ സ്റ്റോക്ക് അതിലേക്ക് ചേർക്കാം. സോയാബീൻ സോസ് ഒഴിച്ചതിനാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാം. മസാലയിലേക്ക് ഇറച്ചി ചേർത്ത് ചെറിയ തീയിൽ വരട്ടിയെടുക്കാം. ഇറച്ചിയിൽ നെയ്യ് കുറവാണെങ്കിൽ സ്റ്റോക്കും വെളിച്ചെണ്ണയും ചേർക്കേണ്ടതാണ്. ചെറിയ കനലിൽ മണിക്കൂറുകളെടുത്താണ് ഇറച്ചി ഇത് ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ വെളിച്ചെണ്ണയും കുരുമുളകും ചതച്ച മുളകും ഇടയ്ക്ക് ചേർക്കാവുന്നതാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ 4 ദിക്കിലേക്കും അസാധ്യമായൊരു ഗന്ധം പരക്കും. അടിച്ച പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെയും റുമാലി റൊട്ടിയുടെ കൂടെയും അസാധ്യ കോമ്പിനേഷനാണ് ഈ വിഭവം. ഇങ്ങനെ ബീഫ് വരട്ടിയെടുത്താൽ ബീഫ് കോക്കനട്ട് റെഡി.